ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹോം മെയ്ഡ് മസാല കൊണ്ട് തയ്യാറാക്കിയ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ കറിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 2 പട്ട, ഗ്രാമ്പു, ഏലക്ക, കസ്കസ് ഇതെല്ലാം ഒന്ന് വറുത്തൊന്ന് പൊടിച്ചു മാറ്റാനുണ്ട്. ഇനി അതേ സെയിം പാനിൽ തന്നെ ഒരു 4 ടീസ്പൂൺ കൊത്തമല്ലി അതൊന്ന് വറുത്തെടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഒരു പിടി വറ്റൽമുളകും ഒന്ന് വറുത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 കപ്പ് ചെറിയുള്ളി പൊടി അരിഞ്ഞത് 2 കപ്പ് വേണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് കറിക്ക്. അതിൻ്റെ കൂടെ ഒരു 4 സവോളയും ഒരു 3 തക്കാളി ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിന് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയുള്ളി വലിയുള്ളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്, നല്ല കുഴമ്പായി കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം. ഇനി അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിന് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ, ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ആയി വരണം. അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും കൊത്തമല്ലിയും അതും ചേർത്തിട്ട് മസാല നമ്മളിപ്പോൾ വറുത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂണോളം ചിക്കൻ മസാലയും വീട്ടിൽ പൊടിച്ചാണ് കേട്ടോ. ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം നമ്മൾ വീട്ടിൽ ഫ്രഷായിട്ട് ഇപ്പോൾ പൊടിച്ചതാണ്. ഇതെല്ലാം ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലോടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൽ മസാലകൾ പിടിക്കുന്നവരെ എണ്ണയിൽ എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് പച്ചയ്ക്കാണ് കേട്ടോ, വറുക്കാതെ പച്ച തേങ്ങയാണ്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ച് ചേർക്കുന്നുണ്ട്. ഇത് എന്തിനാ വെച്ചാൽ കറി നല്ല ഒന്ന് തിക്നെസ്സായി കിട്ടാൻ, നല്ല കുഴമ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ വെള്ളമുണ്ട്, ഓൾറെഡി നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചാണല്ലോ. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ടിടണം. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കുക. അപ്പോൾ ഇത് ചിക്കനേക്കാളും കൂടുതൽ നമ്മുടെ ഉള്ളി വെന്ത് കിട്ടുമ്പോൾ ഈ ചിക്കനിൽ വേഗം ഉള്ളിയൊക്കെ നന്നായി പിടിച്ച് കിട്ടുമ്പോൾ കറി നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ഹോം മെയ്ഡ് മസാല ചേർത്തുണ്ടാക്കിയ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചെറിയുള്ളിയൊക്കെ നന്നായി വേവിച്ചിടുമ്പോൾ നല്ല ടേസ്റ്റ് കൂടെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മല്ലിത്തഴ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ഹാഫ് വേവ് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. നമുക്ക് ഒന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അടച്ച് വയ്ക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കട്ടെ, ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ടിട്ട് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ചാറൊക്കെ ഒന്ന് വറ്റി വരട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു മൂടി തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ഈ പാലക്കാടുകാർ എപ്പോഴും ചിക്കൻ കറി വയ്ക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടാണ് വെക്കുക കേട്ടോ. എനിക്ക് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ. നമ്മൾ ചിക്കൻ കറിയുടെ കൂടെ ഇടയ്ക്ക് ഈ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഒന്നുകൂടെ വെള്ളം വറ്റാനുണ്ട്, ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ഇതുണ്ടോ, നന്നായി കുറുകി വന്നിട്ടുണ്ട്. ആ കളറ് കാണുമ്പോൾ തന്നെ അറിയാലോ, കണ്ടോ. നമ്മൾ നാടൻ വീട്ടിൽ പൊടിച്ച നമ്മുടെ മസാല ചേർത്തുണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഈ റെസിപ്പി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ചെറിയുള്ളി ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും രുചിയാണ്. അപ്പോൾ കുറച്ച് ലാസ്റ്റ് സ്റ്റേജ് ഇനി കുറച്ച് ബാക്കിയുള്ള മല്ലിത്തഴയും കറിവേപ്പിലയും കൂടെ
ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് മസാല കൊണ്ടുണ്ടാക്കിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ അത് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റും രുചിയാണ്. അപ്പം ഞാനിത് സെർവ് ചെയ്യുന്നത് ഇഡ്ഡലിയുടെ കൂടെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് സെർവ് ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര ഇഷ്ടമായി. ഇഡ്ഡലിയുടെ കൂടെ രാവിലെ ചിക്കൻ കറിയും ഇഡ്ഡലിയും അവർക്ക് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ഇഡ്ഡലിയും ചിക്കൻ കറിയും രാവിലെ കഴിക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റി രുചികരമായിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് മസാല കൊണ്ട് തയ്യാറാക്കിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.